നമസ്കാരം. സഞ്ജു 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 ഇത് മാത്രമാണ് IPL-ലെ ഇത്തവണത്തെ സീസണിൽ ഉയർന്നു കേൾക്കുന്ന പേര്. ആദ്യമായി IPL-ൽ എല്ലാ ശ്രദ്ധയും മലയാളിയിലേക്കാണ്. സഞ്ജു ചേട്ടൻ പൊളിച്ചാൽ കോളടിക്കുന്നത് ചെന്നൈക്ക്. രാജസ്ഥാനെ ഫൈനലെത്തിച്ച സഞ്ജു ചെന്നൈക്ക് കിരീടം നൽകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ യഥാർത്ഥ പിൻഗാമിയാകാൻ മലയാളിയായ സഞ്ജു സാംസൺ റെഡിയാണ്. 2020 ലോകകപ്പിലെ മിന്നും പ്രകടനത്തിന് ശേഷം സഞ്ജു സാംസണിന്റെ T20 കരിയർ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ ആയതിന് പിന്നാലെ തുടങ്ങുന്ന IPL-ലും സഞ്ജു മുഖ്യ ആകർഷണമാകുമെന്നാണ് താരത്തിന്റെ ആരാധക പിന്തുണ നൽകുന്ന സൂചന. ഇത്തവണ IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി സഞ്ജു ഓപ്പണറുടെ റോളിലെത്തുന്നുണ്ട്. ചെന്നൈ നായകൻ ഋതുരാജ് ഗേഗ്വാ തന്നെയാണ് സഞ്ജു തന്റെ ഓപ്പണിംഗ് പങ്കാളിയാകുമെന്ന വിവരം വ്യക്തമാക്കിയത്. ചെന്നൈ ആരാധകരിൽ നിന്നും സഞ്ജുവിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 2020 ലോകകപ്പിലെ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ത്യയുടെ രക്ഷകനായി മാറിയ സഞ്ജുവിന്റെ പുതിയ ബാറ്റിംഗ് ശൈലി IPL-ലും പരീക്ഷിക്കാനാണ് ചെന്നൈയുടെ തീരുമാനം. ലോകകപ്പ് പ്രകടനത്തിന് പിന്നാലെ ഏകദിന ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തുന്ന ചർച്ചകളും സജീവമാണ്. അതിനാൽ താരത്തിനും ഈ IPL സീസൺ നിർണായകമാണ്. 5 തവണ കിരീടത്തിൽ മുത്തമിട്ട ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കഴിഞ്ഞ 2 സീസണുകളിലെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. ധോണി ഇനിയും അധികം നാൾ കളിക്കാൻ സാധ്യതയുമില്ല. അതിനാൽ സഞ്ജുവിന്റെ അനുഭവ സമ്പത്തും കളിമികവും ടീമിൽ ഗുണകരമാകുമെന്ന വിലയിരുത്തലിനോടൊപ്പം താരത്തിന്റെ ആരാധക പിന്തുണയുമാണ് തങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാളായ ജഡേജയെ വിട്ടു നൽകി മലയാളി താരത്തെ ചെന്നൈ കൂടാരത്തിലെത്തിച്ചത്. ഇത് ധോണിയിൽ നിന്നും നായകസ്ഥാനത്തെത്തിയ ഗേഗ്വാദിന് വലിയ ആശ്വാസമാണ്. IPL ചരിത്രത്തിൽ ആദ്യമായാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു താരത്തെ ട്രേഡിലൂടെ സ്വന്തമാക്കുന്നത്. IPL ഏറ്റവും വിജയകരമായ ഒരു ടീം ഒരു താരത്തിനായി മാസങ്ങളോളം ചർച്ചകൾ നടത്തിയെന്നത് ആ കളിക്കാരന്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ഏകദിനത്തിൽ വിജയിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും സഞ്ജുവിനുണ്ടെന്ന് മുൻ താരങ്ങളടക്കം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ടീമിൽ എവിടെയാണ് സഞ്ജുവിന് ഇടം എന്നത് വലിയ ചോദ്യമാണ്. ഓപ്പണറായ സഞ്ജുവിന് മുന്നിൽ രോഹിത് ശർമ്മയും ക്യാപ്റ്റൻ ശുഭമൻ ഗില്ലും നിലയുറപ്പിച്ചിട്ടുണ്ട്. യശസ്വി ജയ്സ്വാളിനെ പോലൊരു താരം പുറത്തിരിക്കുമ്പോൾ സഞ്ജുവിനെ പരിഗണിക്കുന്നതിലും ഒരു പക്ഷത്തിന് എതിർപ്പുണ്ട്. IPL പ്രകടനങ്ങൾ ടീം സെലക്ഷനിൽ നിർണായകമാകും. IPL ഏറ്റവും മികച്ച നമ്പർ 3 ബാറ്ററാണ് സഞ്ജു എന്ന കാര്യത്തിൽ സംശയമില്ല. 2020 മുതൽ 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്ത സഞ്ജു 60 ഇന്നിംഗ്സുകളിൽ നിന്നായി 1952 റൺസ് അടിച്ചുകൂട്ടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സൂര്യകുമാർ യാദവിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് സഞ്ജു. സൂര്യകുമാർ യാദവിന് 1407 റൺസാണുള്ളത്. എന്നാൽ IPL-ൽ ഇന്നും പ്രകടനം പലപ്പോഴും ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജുവിന് ഗുണകരമായിരുന്നില്ല. ഇന്ത്യയ്ക്കായി കളിച്ച 62 2020 മത്സരങ്ങളിൽ വെറും 5 തവണ മാത്രമാണ് താരത്തിന് 3-ാം നമ്പറിൽ അവസരം ലഭിച്ചത്. എന്നാൽ 2024 ലോകകപ്പിൽ ഓപ്പണറായി ഇറങ്ങി 3 സെഞ്ചുറികളുമായി സഞ്ജു നടത്തിയ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ വഴിത്തിരിവായി. പവർ പ്ലേ ഓവറുകൾ അടിച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഞ്ജു ഇപ്പോൾ ബാറ്റ് വീശുന്നത്. ലോകകപ്പ് നോക്കൌട്ടുകളിൽ വെറും 5 ഇന്നിംഗ്സുകളിൽ നിന്നും പവർ പ്ലേ മാത്രം സഞ്ജു 144 റൺസ് നേടിയിരുന്നു. 197.26 എന്ന കണ്ണഞ്ചിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ 12 സിക്സറുകൾ പറത്തിയ സഞ്ജു പവർ പ്ലേയിലെ ഏറ്റവും അപകടകാരിയായ ബാറ്ററുമായി. മുൻപ് രാജസ്ഥാൻ റോയൽസിനായി കളിക്കുമ്പോഴും പവർ പ്ലേയിൽ പുറത്താകാതെ നിന്ന് ടീമിന് വലിയ സ്കോറുകൾ സമ്മാനിക്കാനും സഞ്ജുവിന് കഴിഞ്ഞിരുന്നു. 2022 മുതൽ പവർ പ്ലേ ഓവറുകളിൽ 84 ശരാശരിയോടെ 504 റൺസ് സഞ്ജു നേടിയിട്ടുണ്ട്. സായ് സുദർശൻ കഴിഞ്ഞ പവർ പ്ലേയിൽ ഏറ്റവും മികച്ച ശരാശരിയുള്ള താരവും സഞ്ജു തന്നെയാണ്. എന്തായാലും IPL തുടങ്ങുകയാണ്. IPL ആവേശത്തിൽ ഇത്തവണ ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു പേര് അത് സഞ്ജു ചേട്ടൻ എന്നതാണ്.